കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഒരു മാസം എന്നത് ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള കാലയളവാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഈ ഒരു മാസ കാലയളവ് കൊണ്ട് വ്യക്തമായിരിക്കും. അത് UDF സർക്കാരിൻ്റെ വർഗ പക്ഷപാതിത്വമാണ്. നവലിബറൽ പണിപ്പുരയിൽ രൂപപ്പെടുത്തിയ ഒന്നാണ് നേരത്തെ അവർ അവതരിപ്പിച്ച ധവളപത്രം. അതിനെ പിൻപറ്റിയാണ് ബജറ്റും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എന്താണ് UDF സർക്കാരിൻ്റെ നയം എന്നത് വ്യക്തമാക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസ്വത്ത് സ്വകാര്യ മൂലധനത്തിന് തീരെഴുതാനുള്ള നവലിബറൽ കുറിപ്പടികളായിട്ടാണ് ഈ രണ്ട് ഡോക്യുമെന്റുകളും മാറിയിട്ടുള്ളത്. നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ തന്നെ ചില മേഖലകളിൽ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക മേഖലകളിൽ ലോകത്തിനു മുന്നിൽ മാതൃകയായിട്ടാണ് കേരളം നിൽക്കുന്നത്. എങ്ങനെയാണ് അത്തരമൊരവസ്ഥ സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിഞ്ഞത്? അത് അത്തരം മേഖലകളിലുള്ള ഉയർന്ന സർക്കാർ മുതൽമുടക്കിലൂടെ അതിലൂടെ കൈവരിച്ച ജനക്ഷേമത്തിലൂടെ. ഇതാണ് കേരളത്തെ ലോകത്തിന് മുന്നിൽ തന്നെ മാതൃകയാക്കി തീർക്കുന്നത്. സാധാരണക്കാരുടെ ജീവിതനിലവാരം ഉയർത്തുന്നതിൽ പൊതു സംവിധാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മുടെ നാട് വലിയ തോതിൽ സമ്പൽ സമൃദ്ധമല്ലെങ്കിലും നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാരം പൊതുവെ മെച്ചപ്പെട്ടു എന്നത് പൊതുവായി വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. ഇതിന് ഇടയാക്കിയത് സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്.